കേരളത്തിൽ ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യുന്ന ഒരു മാരേജ് സിസ്റ്റമാണ് ലാവൻഡർ വിവാഹം. ഒരു പരിധിവരെ ലാവൻഡർ വിവാഹം എന്താണെന്ന് അറിയാത്ത നിരവധി മലയാളികളുണ്ട്. എന്നാൽ പോലും ലാവൻഡർ വിവാഹം എന്താണെന്ന് അറിയുമ്പോൾ ഇതൊക്കെ ഒരു മാനസിക വിഭ്രാന്തിയാണോ എന്ന ചോദ്യം ഉയരുന്ന തരത്തിലുള്ള ഒരു സമൂഹമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. ശരിക്കും എന്താണ് ലാവൻഡർ വിവാഹം? ലാവൻഡർ വിവാഹത്തെ പറ്റി കേരളത്തിലുള്ള ഒരു പരിധിവരെയുള്ള ആളുകൾക്കറിയാം. ലാവൻഡർ വിവാഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വവർഗ അനുരാഗികളായ വ്യക്തികൾക്ക് അവരുടെ വ്യക്തിത്വം മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ സമൂഹത്തെ ഭയക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ സമൂഹത്തിൽ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി സ്വവർഗാനുരാഗി അല്ല എന്ന തരത്തിൽ ജീവിച്ചുകൊണ്ട് മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ, അതായത് ഗേ ആയിട്ടുള്ള ഒരു വ്യക്തി പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആ പെൺകുട്ടിയോട് അതിനെപ്പറ്റി സംസാരിച്ചതിന് ശേഷം അയാളുടെ പാർട്ട്ണറുമായിട്ട്, അതായത് ഹോമോസെക്ഷൽ ആയിട്ടുള്ള മറ്റൊരു വ്യക്തിയുമായിട്ട് ഈ 3 പേര് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ലാവൻഡർ വിവാഹം. അതായത് നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും പറ്റിച്ച് ജീവിക്കുക. നമ്മളെ വീട്ടുകാരുടെ മുന്നിൽ നമ്മളൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്നു, അതേസമയം തന്നെ ആ ഒരു പാർട്ട്ണറെ, അതായത് വിവാഹം കഴിക്കുന്ന വ്യക്തിയെ, വീട്ടുകാരെ സമ്മതിച്ച് വിവാഹം കഴിക്കുന്ന വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കി ആ ഒരു വ്യക്തിയുടെ സമ്മതത്തോടു കൂടി തന്നെ മറ്റൊരു പാർട്ട്ണറുമായിട്ട് ജീവിക്കുക. അത് നേരെ തിരിച്ചും ലെസ്ബിയൻ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ പുരുഷനോട് പറയുന്നു, പുരുഷൻ അത് സമ്മതിച്ചു തരുന്നു, അതിനുശേഷം ലെസ്ബിയൻ ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് ജീവിക്കുന്നു. ഗേ ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പെൺകുട്ടിയുടെ കാര്യം പറയുന്നു, അതിനുശേഷം ഗേ ആയിട്ടുള്ള പാർട്ട്ണറുമായിട്ട് ജീവിക്കുന്നു. അതാണ് ലാവൻഡർ വിവാഹം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയർന്നു വരുമ്പോൾ അതിന് നമുക്ക് വ്യക്തമായിട്ട് ഉത്തരം തരാൻ പറ്റില്ല. കാരണം ലാവൻഡർ വിവാഹം എന്നത് ഇങ്ങനെ കൊട്ടി ആഘോഷിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വിവാഹമല്ല. കാരണം നമ്മുടെ വ്യക്തിത്വം, അതായത് അവരുടെ ഹോമോസെക്ഷുവാലിറ്റി മറച്ചു വെച്ചുകൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ഇല്ലെങ്കിൽ വീട്ടുകാരെ അങ്ങനെ അറിയിക്കാതെ കൊണ്ടുപോകാൻ വേണ്ടിയാണ് എല്ലാവരും ഇത്തരത്തിലുള്ള ലാവൻഡർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലാവൻഡർ വിവാഹമാണ് ഇത് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രസക്തി അവിടെ ഇല്ലാതാവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ലാവൻഡർ വിവാഹം എവിടെയൊക്കെ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഉത്തരം തരാൻ പറ്റില്ല. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് 80കളിൽ ഹോളിവുഡിലാണ്. കാരണം ഹോളിവുഡിൽ അഭിനയിക്കുന്ന സമയത്ത് താരങ്ങൾക്ക് അവരുടെ എത്തിക്സിനെ മാനിക്കുന്ന ഒരു കോഴ്സസ് ഒക്കെ സൈൻ ചെയ്താലേ അഭിനയിക്കാൻ സാധിക്കത്തുള്ളൂ. അതായത് സദാചാരപരമായി നിലനിൽക്കുന്ന കാര്യങ്ങളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിലുള്ള കോഴ്സസിൽ അവർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവരുടെ സിനിമ പുറത്തിറക്കാൻ സാധിക്കുകയുള്ളൂ. മൊറാലിറ്റി ക്ലോസ് എന്നാണ് ഇതിനെ പറയുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ സ്വവർഗാനുരാഗം ഭയങ്കര വലിയ തിന്മയായിട്ടും സദാചാരപരമായിട്ടുള്ള തിന്മയായിട്ടുമാണ് ആ കാലഘട്ടത്തിൽ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള സദാചാരം നിലനിൽക്കുന്ന സമയത്ത് അവർക്ക് അത്തരത്തിലുള്ള ഒന്നിനും ഏർപ്പെടാൻ സാധ്യത ഉണ്ടാകുന്നില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് റിച്ചാർഡ് എന്ന് പറയുന്ന ഒരു ആക്ടർ ഉണ്ട്. അദ്ദേഹത്തിന് കല്യാണം കഴിക്കുന്നത് ഒരു പുരുഷനെയായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടം ഒരു പുരുഷനെയായിരുന്നു. അതേസമയം അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിന് വേണ്ടി നിർമ്മാണ കമ്പനിയാണ് പറഞ്ഞത്, നിങ്ങളൊരു സ്ത്രീയെ കല്യാണം കഴിക്കുക, അതുവഴി അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയോട് കാര്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പുരുഷനുമായിട്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകും, പക്ഷെ നമ്മുടെ സിനിമയെ ഇത് ബാധിക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ഇത് ബാധിക്കരുത്, ആരും അറിയാത്ത രീതിയിൽ പറ്റിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ള രീതിയാണ് അങ്ങനെ ഹോളിവുഡ് പുറത്തിറക്കിയത്. ആ രീതിയിൽ തന്നെ കല്യാണം കഴിച്ച നിരവധി ആളുകൾ അതിന് ശേഷവും ഉണ്ട്. അങ്ങനെ നിരവധി ആളുകളാണ് ഹോളിവുഡിൽ നിന്നും ഇത്തരത്തിൽ ലാവൻഡർ വിവാഹത്തിന് നിലനിൽക്കുന്നത്. ഈ ലാവൻഡർ വിവാഹം എന്ന പേര് വന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള സ്വവർഗാനുരാഗികളെ രസിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ അതുപോലത്തുള്ള ഗ്രൂപ്പുകൾക്ക് നൽകിയിരിക്കുന്ന ഒരു മ്ലേച്ഛമായ നിറമായിട്ടാണ് ലാവൻഡറിനെ ആ സമയത്ത് കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കല്യാണത്തിനെയും അവർ ലാവൻഡർ മാരേജ് എന്ന് പറയാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിൽ അടക്കം ഇത്തരത്തിലുള്ള ജീവിതം അല്ലെങ്കിൽ കുടുംബജീവിതത്തെ ആസ്പദമാക്കി വരുന്ന നിരവധി ആശയങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത്തരത്തിൽ കുടുംബജീവിതം ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്നവർക്ക് ലാവൻഡർ വിവാഹം ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പുരുഷനും സ്ത്രീയുമാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയുണ്ട്. അതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. ആ ഫോളോ ചെയ്യുന്ന സിസ്റ്റത്തെ അതേപടി നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാം പറ്റിച്ച് ജീവിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ ലാവൻഡർ വിവാഹം. ഒരു പരിധി വരെ ഇത് നല്ലതാണോ എന്നുള്ളതൊന്നും എനിക്കും അറിയില്ല. അത് നിങ്ങൾക്ക് വീക്ഷിക്കാവുന്നതാണ്. കാരണം നിങ്ങളുടെ വ്യക്തിത്വം മനസ്സിലാക്കുക, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, അതിനുശേഷം അതേപോലെ ജീവിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പരിധിവരെ സാമൂഹിക വെല്ലുവിളികളാണ് ഇത്തരത്തിലുള്ള ലാവൻഡർ വിവാഹത്തെയൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയെ നമ്മൾ കൊണ്ട് എത്തിക്കുന്നത്. അതായത് ഞാൻ ഗേ ആണ്, ഇല്ലെങ്കിൽ ഞാനൊരു ഹോമോസെക്ഷൽ ആണെന്ന് പറയുമ്പോൾ ആളുകൾ നമ്മളെ എങ്ങനെ കാണുന്നു, ഇല്ലെങ്കിൽ അവർ നമ്മളെ ആക്രമിക്കുന്നു, ഇല്ലെങ്കിൽ അവർ നമ്മളെ എതിർക്കുന്നു, അവർ നമ്മളെ മാറ്റി നിർത്തുന്നു എന്നുള്ളൊരു ചിന്തയായിരിക്കാം പല മനുഷ്യരെയും ഇത്തരത്തിൽ ലാവൻഡർ വിവാഹത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്.
ആ ഒരു പരിധി വരെ വെച്ച് നോക്കുകയാണെങ്കിൽ ലാവൻഡർ വിവാഹം നല്ലതായിരിക്കാം. എന്നാൽ പോലും ആളുകളെ പറ്റിച്ച്, സ്വന്തം മാതാപിതാക്കളെ പറ്റിച്ച്, നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ഒരു ജീവിതം, അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് താല്പര്യപ്പെടുന്നില്ലെങ്കിൽ, അതായത് ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പിന് വേണ്ടി താല്പര്യമില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം തകർത്ത്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ആൺകുട്ടിയുടെ ജീവിതം തകർത്ത് അങ്ങനെ ഒരു ലൈഫ് കൊണ്ടുപോകുന്നതും വളരെ മ്ലേച്ഛകരമായ കാര്യമാണ്. അതുകൊണ്ട് ലാവൻഡർ വിവാഹത്തെ സപ്പോർട്ട് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതൊക്കെ ഓരോരുത്തരുടെ തീരുമാനം തന്നെയാണ്. എന്നാൽ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള പല രീതിയിലുള്ള വിവാഹം നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമാക്കണം. നമ്മുടെ മാത്രമല്ല, ചൈനയും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചൈനയിലുള്ള 90% സ്വവർഗാനുരാഗിയായ ആണുങ്ങളും ഒരു സ്ത്രീയെ കല്യാണം കഴിച്ച് ഇതുപോലെയുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പോലും ഹിന്ദിയിൽ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയൊക്കെ ഇറങ്ങിയിരുന്നു. ആ ഒരു സമയത്ത് ഇതൊരു വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തതാണ്. അപ്പോൾ ലാവൻഡർ വിവാഹം നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തൊക്കെയാണെങ്കിലും ഇത്തരത്തിലുള്ളൊരു വിവാഹം ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു അവബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം.